ഹലോ, വിഷൻ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർക്കാണ് യാത്ര പോകാൻ ഇഷ്ടമല്ലാത്തതല്ലേ? അത് കുടുംബസമേതം പോയാൽ അത്രയ്ക്കും സന്തോഷമായിരിക്കും. സോ അങ്ങനെ ഒരു കുടുംബ സംഘം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ പോകുന്നുള്ളത്. ഇത് എവിടേക്കാണെന്നല്ലേ? ഞങ്ങൾ നീലേശ്വരം ബോട്ടിങ്ങിലേക്കാണ് പോകുന്നുള്ളത്, കാസർഗോഡ് ജില്ലയിലുള്ള നീലേശ്വരം ബോട്ടിങ്. സോ അങ്ങനെ ഞങ്ങളൊരു ട്രാവലർ ബസ്സാക്കിയിട്ടാണ് പോകുന്നുള്ളത്. അങ്ങനെ പാട്ടും മേളവും എല്ലാമായിട്ട് ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ട് പോവുകയാണ്. സോ ഇത് ഞങ്ങളെ ഉപ്പാൻ്റെ ഫാമിലിയാണ്, പള്ളം ഫാമിലീൻ്റെ കുടുംബസംഘമാണ് ഹൗസ് ബോട്ടിൽ വെച്ചിട്ട് നടക്കുന്നുള്ളത്. ഇത് നടന്നിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോഴാണൊന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവരോടൊക്കെ പ്രൈവസി മാനിച്ച് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഒറിജിനൽ വോയിസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പബ്ലിക്കലി അവരെ വോയിസ് കൊടുക്കുന്നത് അത്ര ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നീലേശ്വരത്തി എല്ലാവരും ബസ് ഇറങ്ങിയിട്ട് ബോട്ട് നിർത്തിയിടത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങളിതാ കാഴ്ചകളെല്ലാം കണ്ടിട്ട് എല്ലാവരും നടന്നുകൊണ്ട് പോകുന്നുണ്ട്. സോ സാദി എൻ്റെ കസിൻ സിസ്റ്ററാണ്, അവൾ അടുത്ത കാഴ്ചകളെ കുറിച്ചിട്ട് പറയാറ്. നല്ലൊരു കായൽ തീരത്തുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ട് നിർത്തിയിട്ടുള്ള അടുത്തേക്ക് എത്തി. അങ്ങനെ എല്ലാവരും നല്ല ത്രിൽ മൂഡിലാണ്. എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടുണ്ട്. ഞങ്ങളെ ഈ ഹൗസ് ബോട്ടിൻ്റെ അപ്പുറത്തെയാണ് നിർത്തിയിട്ടുള്ളത്. സോ പലതരം ഹൗസ് ബോട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓരോ ഹൗസ് ബോട്ടും 3 ബെഡ്റൂം വെച്ചിട്ട് ഉള്ളതാണ്. സോ എല്ലാ ബെഡ്റൂമിലും AC അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങളെ ഹൗസ് ബോട്ട് നിർത്തിയത്തേക്ക് നടന്നിട്ട് പോകുന്നുണ്ട്. സോ എല്ലാവരും നല്ല ത്രിൽ മോഡിലാണ്. ഞങ്ങളെ ഏകദേശം എല്ലാ കസിൻസും നാട്ടിലുള്ള എല്ലാ കസിൻസും വന്നിട്ടുണ്ട് ട്രിപ്പിന്. സോ ഇത് കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഫംഗ്ഷനും ഞങ്ങളുടെ ഫാമിലിയിൽ നടന്നിട്ടില്ല. അങ്ങനെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ട്രിപ്പ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിലില്ല. ഓക്കെ, അങ്ങനെ എല്ലാവരും പാലവും കടന്നിട്ട് ബോട്ടിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഓരോരുത്തരായിട്ട്. ഇതാണ് ഞങ്ങളെ ബോട്ട്, നല്ല അടിപൊളിയില്ലേ ബോട്ട്. സോ ഞങ്ങളിത് മീനൊക്കെ ഇങ്ങനെ നോക്കി പോവുകയാണ്. ഇവിടെ വെള്ളത്തിൻ്റെ സർഫസിൻ്റെ മേലെ കുറേ മീനുകളെല്ലാം വന്നിട്ടുണ്ട്. ഇത് ഡബിൾ ഡെക്കർ ഹൗസ് ബോട്ടാണ്. മേലെ ഡൈനിങ് ഏരിയയും താഴെ ബെഡ്റൂംസും ഇരിക്കാനുള്ള സ്പേസും കൂടിയിട്ടുണ്ട്. ഓക്കെ, താഴെ ചെറിയൊരു ഡൈനിങ് ഏരിയ ആണ്, മേലെയാണ് വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഉള്ളത്. സോ താഴെ നല്ല കുഷനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏരിയ ഉണ്ട്, നല്ല കാറ്റും കൊണ്ടിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ താഴത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ജസ്റ്റ് മേലെ പോയിട്ട് കാഴ്ചകൾ കാണാനായിട്ട് ഞാനും ഹർഷാവും മേലെ പോയി. ഹർഷ എൻ്റെ വേറൊരു കസിൻ സിസ്റ്ററാണ്. സോ അവളെ കുട്ടിക്ക് വയ്യ, അങ്ങനെ കുട്ടീനെയും തട്ടി അവൾ നടക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് മേലത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ താഴെ വന്നു. ഒരു അന്താക്ഷരി കളിക്കുക എന്നുള്ള മൂട്ടിലാണ് എല്ലാവരും ഉള്ളത്. അങ്ങനെ അറാസ് ഭയങ്കര ആവേശത്തിലാണുള്ളത്, പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് ഇരുന്നിട്ടുണ്ട് ചുറ്റുവട്ടത്ത്. അറാസിൻ്റെ ഉപ്പ നല്ല പാട്ട് പാടുന്ന വ്യക്തിയാണ്, പാട്ടുകാരൻ്റെ മോനാണ് ഇവന്. സോ അതിൻ്റെ കഴിവ് ഇവനക്ക് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് ഞങ്ങളെ യാത്ര ആരംഭിച്ചു. ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കായൽ കാറ്റേറ്റ് ഞങ്ങൾ ബോട്ടിലൂടെ യാത്ര പോവുകയാണ്. അങ്ങനെ മൈക്ക് ഹർഷാൻ്റെ കയ്യിൽ തന്നെ എത്തി. നല്ല ആങ്കറാണ് ഓളുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളാണ്. സോ അങ്ങനെ കേക്കും ഓപ്പൺ ചെയ്തു. കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു ആദ്യം. അങ്ങനെ കുടുംബത്തിലെ തലമൂത്തവരാണ് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഹർഷ അനൗൺസ് ചെയ്യുന്നുള്ളത്. സോ ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മൂത്തായിട്ടുള്ളതെന്ന് ഹർഷാൻ്റെ ഉപ്പാവും അതേപോലെ നമ്മുടെ അബ്സപ്പൂമ്മയുമാണ്. സോ അബ്സപ്പൂമാനെയും അതേപോലെ ഹർഷാൻ്റെ ഉപ്പ അദ്ലക്കാക്കാനെയും വിളിക്കുകയാണ് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ടുണ്ട് കേക്കിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയായിട്ട് ടേബിളിൻ്റെ ചുറ്റും ഒത്തുകൂടി. അങ്ങനെ ഈ കേക്ക് മുറി ചടങ്ങിലില്ലാത്ത ഗൾഫുകാരെയൊക്കെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചിട്ട് ഹർഷ പറയാം, നിങ്ങൾക്ക് മിസ്സായി, നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് ഒരുമിച്ച് പോകാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളത് മൈക്കിൽ. അങ്ങനെ കേക്ക് മുറി മാത്രമല്ല, ലോഗോ റിവീലും കൂടിയുണ്ട്. ലോഗോ റിവീലിങ് കാക്കാനെ കൊണ്ടും അതേപോലെ കേക്ക് മുറി നമ്മുടെ അഫ്സപ്പൂമാനെ കൊണ്ടും ആണ് ചെയ്യിപ്പിക്കുന്നത്.
സോ അങ്ങനെ കേക്ക് മുറി ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് മറ്റേ ലോഗോ അവിടെ ടേബിളിൽ വെക്കണോ അല്ലെങ്കിൽ അവിടെ തൂക്കിയിടണോ എന്ന കൺഫ്യൂഷനിലാണ് ആൾക്കാരുള്ളത്. കാറ്റത്ത് പറക്കുന്നുണ്ടായിരുന്നു. സോ ലാസ്റ്റ് വിചാരിച്ചു അവിടെ ഒരു ടേബിളിൽ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് ഒട്ടിക്കാന്നിട്ട് അവിടെ തന്നെ വെച്ചു. അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. മൻസൂർച്ച കേക്ക് ഫോക്കസ് ചെയ്തിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് മുറി ചടങ്ങിലേക്ക് ആരംഭിക്കുകയായിട്ട് അർഷ അനൗൺസ് ചെയ്തു. ഓക്കെ, അങ്ങനെ കാക്കാനെയാണ് വിളിക്കുന്നുള്ളത്. അങ്ങനെ കാക്ക നടന്നുകൊണ്ട് വരുന്നുണ്ട്. ആർപ്പോ വിളി പോലെയെല്ലാം വിളിക്കുന്നുണ്ട് ഒരാവേശത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കേക്ക് മുറി ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്സപ്പൂമ്മ കത്തിയൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാവരും പാട്ടൊക്കെ വെച്ചിട്ട് താളം പിടിച്ച് ആണ് നിൽക്കുന്നുള്ളത്. അങ്ങനെ 2 പേരും ലാസ്റ്റ് അവർ വിചാരിച്ചു 2 പേരും കൂടി മുറിക്കട്ടെ എന്ന് വെച്ചിട്ട് 2 പേരും ഒരുമിച്ചിട്ട് കേക്ക് മുറിക്കുകയാണ്. 2 പേരും കേക്ക് മുറിച്ചു. എന്നിട്ട് എല്ലാവർക്കും പീസാക്കിയിട്ട് വിതരണം ചെയ്യുകയാണ്. ഓക്കെ, ആദ്യം പൂമാക്ക് തന്നെ തിരിച്ച് വായിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു, പ്ലേറ്റിലേക്ക് ആക്കിയിട്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നിന്ന് മൻസൂർ ചാവും അമ്മായും ഭയങ്കര കളിയിലാണ്. നേരത്തെ എന്തോ മൻസൂർ സാനെ കളിയാക്കിയെന്ന് വെച്ചിട്ട് അമ്മായിക്കിട്ട് പണി കൊടുത്തതാണ്. അങ്ങനെ കേക്ക് വായിലേക്കെല്ലാം തേച്ചിട്ട് നല്ല പണിയും കിട്ടിയിട്ട് അമ്മായി അപ്പുറത്തേക്ക് പോയി. അതിൻ്റെ ഇടയിൽ നിന്ന് അടുത്ത മൂത്ത ആളായ നസീഞ്ഞ കേക്ക് മുറിക്കുന്നുണ്ട്. എല്ലാവർക്കുമായിട്ടുള്ള ചെറിയ ചെറിയ പീസാക്കിയിട്ട് നസീഞ്ഞ കേക്ക് മുറിച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ നസീഞ്ഞക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു പാട്ട് അർഷ തയ്യാറാക്കിയിട്ട് അവിടെ പാടുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പ്രൈവസി മാനിച്ചിട്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. ഞങ്ങൾ എൻജോയ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. അത് നാട്ടുകാർക്ക് മൊത്തത്തിൽ ഇതാക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെ ഇത് നമുക്കൊരു മെമ്മറി ആയിട്ട് ഇപ്പോൾ അവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചാലുണ്ടാവില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം. യഥാർത്ഥ വീഡിയോ ക്ലിപ്സ് നമ്മളതിൽ ഉണ്ട്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. സോ അങ്ങനെ കേക്കെല്ലാം മുറിച്ചിട്ട് പ്ലേറ്റിലേക്കൊക്കെ വിളമ്പി വെക്കുകയാണ്. ഓക്കെ, കേക്ക് മുറി ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അന്താക്ഷരി കളിക്കാൻ വെച്ചിട്ട് ആദ്യം അന്താക്ഷരി കളിക്കാൻ വെച്ചിട്ട് ഇരുന്നു. പിന്നെ വിചാരിച്ചു കേക്ക് മുറി കഴിഞ്ഞിട്ട് ഒരു ഫോർമൽ ബിഗിനിങ് കേക്ക് മുറിയല്ലേ, ഒരു ഫാമിലി ഫംഗ്ഷൻ അല്ലെങ്കിൽ കുടുംബസംഘം പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ കേക്ക് മുറിച്ചതിന് ശേഷം അന്താക്ഷരി കളിക്കാന്ന് വെച്ചിട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അന്താക്ഷരി ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെയൊക്കെയാണ് ഓരോന്ന് പറയുന്നുള്ളത്. ബോയ്സ് ഒരു ടീം, ഗേൾസ് ഒരു ടീം ആയിരുന്നു ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ ഫാമിലിയിൽ ബോയ്സ് കുറവാണ് ഈ ട്രിപ്പിൽ. ഗേൾസാണ് കൂടുതലുള്ളത്, അതായത് ലേഡീസാണ് കൂടുതലുള്ളത്. അങ്ങനെ ലൈക്ക് ആ സൈഡുള്ളവരൊരു ടീമും ഈ സൈഡുള്ളവരൊരു ടീമും ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് അന്താക്ഷരി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ചാൻസ് കിട്ടുന്നവർ, ഒരു അക്ഷരം കിട്ടുന്നത് പോലെ പാട്ട് പാടിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് പാട്ട് പാടിക്കൊണ്ടുണ്ട് മൈക്ക് കൈമാറിയിട്ട്. ഇതാണ് റാസിൻ്റെ ഉപ്പ ഇബ്രാഹിം വലിയ, അവർ പാട്ട് പാടുന്നുണ്ട്. നല്ലൊരു മാപ്പിളപ്പാട്ട് കലാകാരനാണ്. എല്ലാത്തരം കല്യാണ സംബന്ധമായിട്ടുള്ള എല്ലാത്തരം മാപ്പിളപ്പാട്ടും നല്ല ജ്ഞാനമുള്ള ഒരാളാണ്. നല്ല പാട്ടാണ് അദ്ദേഹത്തിൻ്റെ. ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു. നമ്മൾ ജെൻസി പിള്ളേർക്ക് ഇങ്ങനത്തെ പാട്ടൊന്നും അങ്ങനെ അറിയണമെന്നില്ലല്ലോ. നമ്മൾ നോർമലി ആയിട്ടുള്ള സിനിമാറ്റിക് പാട്ടും ഹിന്ദി പാട്ടും അങ്ങനത്തെ എല്ലാം പാടുന്നത്. സോ അങ്ങനെ അന്താക്ഷരിയെല്ലാം കളിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചായൻ്റെ ടൈമായി. അങ്ങനെ ചായയും പഴംപൊരി എത്തി. അതൊക്കെ ഓരോരുത്തരായിട്ട് എല്ലാവരും എടുത്ത് കഴിച്ചു. അതിനുശേഷം നല്ലൊരു ഡാൻസ് പാസ്സാക്കി ഓരോരുത്തരായിട്ട് ഓരോരു സ്റ്റെപ്പ് ഇട്ട് കളിക്കുകയാണ് അവിടെ. അന്താക്ഷരി മടുത്തപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് മേലോട്ടേക്ക് വീണ്ടും പോയി. ഫുഡിൻ്റെ നേരമായപ്പോൾ ഒക്കെ ഡാൻസ് എല്ലാം കളിച്ചതിന് ശേഷം ഒരു മണിയായപ്പോൾ ഫുഡിൻ്റെ സമയമായി, ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി. ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ മേലത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് ഞങ്ങൾ പോയത്. നല്ല നാടൻ ഭക്ഷണം, സദ്യ സ്റ്റൈൽ ഭക്ഷണമാണ് ഉണ്ടായിരുന്നത്. നല്ല പൊന്നിയരിൻ്റെ ചോറും നല്ല പപ്പടവും നല്ല കേരള സാമ്പാറും അവിയലും കൂട്ടുകറിയും മാങ്ങാച്ചാറും പാൽപ്പായസവും നല്ല അക്കൂറയുടെ ഒരു പീസ് പൊരിച്ചതുമാണ് ഉണ്ടായിരുന്നത്. നല്ല കുശാലായിട്ട് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ താഴെ പോയി. എന്നിട്ട് കുറച്ച് കുശലം പറഞ്ഞിരുന്നു. എന്നിട്ട് ഓരോരുത്തരായിട്ട് ഓരോരു സ്നാക്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. റാബിയുമായി ചിക്കിയാണ് കൊടുക്കുന്നത്. ചിക്കീൻ്റെ ബോട്ടിൽ പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഓരോരു ചിക്കിയായിട്ട് കൊടുത്തുകൊണ്ടുണ്ട്. ഓക്കെ, നല്ല ഉണ്ടായിരുന്നു ചിക്കി, അടിപൊളി. പണ്ടത്തെ ഓർമ്മകളെല്ലാം അങ്ങനെ പുതുക്കി ചിക്കിയും കഴിച്ചിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മറിയ കുഞ്ഞ പൂവപ്പം, റാബിയമ്മായി ചിക്കി, ഷബൂസ്
ചക്ലി അങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിച്ചു. ഞാൻ അതിന് ശേഷം ഒരു ഗെയിംസ് കളിക്കാമെന്ന് വിചാരിച്ചു. ഗെയിംസ് ഒന്നും കളിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ലേഡീസിനായിട്ട് ഒരു ഗെയിംസാണ് കൊടുത്തത്. ആദ്യം നമ്മളെ ബാബിമാരും അമ്മായിമാരും ഒരുമിച്ചിട്ടുള്ള ഗെയിമാണ് മുട്ടായി പറക്കൽ. അങ്ങനെ മുട്ടായി പറക്കൽ കളി തകൃതിയായിട്ട് നടന്നുകൊണ്ടുണ്ട്. എൻ്റെ ഉമ്മാവും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പച്ച ചുരിദാറിട്ടതാണ് എൻ്റെ ഉമ്മ. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു. ഭർത്താക്കന്മാരാണ് പിന്നെ ചോക്ലേറ്റ് വാങ്ങുന്നുള്ളത്. ഭാര്യമാർ ഓടി അവരെ ഏൽപ്പിക്കണം. 5 റൗണ്ട് ഓടണം. ഫസ്റ്റ് ചോക്ലേറ്റ് പ്ലേറ്റിൽ ഉള്ള എല്ലാ ചോക്ലേറ്റും 5 റൗണ്ട് ഓടിയിട്ട് ഭർത്താവിനെ ഏൽപ്പിക്കുന്നവർ ജയിച്ചു. അങ്ങനെയാണ് റൂള്. അങ്ങനെ അതിൽ നിന്നും ജയിച്ചിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ളവരാണ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തു. ഇത് അമ്മായിമാരാണ് ഓടുന്നുള്ളത്. ഓക്കെ, അമ്മായിമാരെ റൗണ്ടാണ്. അമ്മായിമാരും അവരുടെ ഹസ്ബൻഡ്സിനെ ചോക്ലേറ്റ് പെറുക്കിയിട്ട് ഏൽപ്പിക്കുകയാണ്. ഈ റൗണ്ടിൽ ആസിയമ്മായിയാണ് ജയിച്ചിട്ടുള്ളത്. ഓക്കെ, ആസിയമ്മായി ജയിച്ചിട്ട് അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഫൈനലി ഓരോരുത്തരായിട്ട് കളിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് റൗണ്ട് എനിക്ക് തോന്നുന്നു ബാബിമാരുടെ റൗണ്ടാണ്. ഓരോ ബാബിമാരും കളിച്ചു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ വീഡിയോസായിട്ട് എടുത്തിട്ടുണ്ട്. നല്ലൊരു മെമ്മറി അല്ലേ ഇതൊക്കെ. കുറച്ച് വർഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ നല്ല മധുരിക്കും മെമ്മറീസാണ് ഇതൊക്കെ. അങ്ങനെ ഭർത്താക്കന്മാർ വരാത്തവർ അവരെ പേരമക്കളെ കൊണ്ടാണ് ചോക്ലേറ്റ് വാങ്ങിപ്പിച്ചിട്ടുള്ളത്. സോ അങ്ങനെ ഓരോന്നായിട്ട് നടന്നുകൊണ്ടുണ്ട് ഗെയിംസ്. ബാബിമാരെ ഗെയിമായിരുന്നു കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റോടെ അവർ കളിച്ചുകൊണ്ടുണ്ട്. എല്ലാവരും നല്ല ഒറ്റ സ്ട്രെച്ചിൽ ഫിനിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഓടിക്കൊണ്ടുള്ളത്. ഇതിൽ എനിക്ക് തോന്നുന്നു നാഫി ആണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മത്സരമായിരുന്നു ഓരോരുത്തരും തമ്മിൽ. ജയിച്ചവർക്ക് പ്രത്യേകം സമ്മാനങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദിൽഷ ഓക്കെ, നാഫി ജയിച്ചു ഈ കളിയിൽ. ജയിച്ച സന്തോഷം പ്രകടിപ്പിക്കുകയാണ് നാഫി. പിന്നെ അതിന് ശേഷം ഈവനിങ് ചായ എത്തി. ഈവനിങ് ചായക്കും പഴംപൊരിയും ചായ എന്നും തോന്നുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അതിന് ശേഷം നമ്മൾ കുട്ടീസിൻ്റെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം മുട്ടായി വർക്കൽ തന്നെയാണ്. ഓരോരോ ഇങ്ങനെ സെക്ഷനായിട്ട് ഞങ്ങൾ വെച്ചതാണ്. ലൈക്ക് കിഡ്സ്, ടീനേജേഴ്സ്, അഡൽട്ട്സ്, ലേഡീസ്, ജെൻസ് അങ്ങനെ തരംതിരിച്ചിട്ടാണ് കളികൾ പിന്നെ ഓരോരോ കാറ്റഗറി ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ കുട്ടികളെ ഗെയിമിൽ പിന്നെ എനിക്ക് തോന്നുന്നു നാഫിൻ്റെ മോൾ അമ്മു ആണ് ജയിച്ചത്. അപ്പും അമ്മും ഹയ എന്നത് ഓടിക്കൊണ്ടുള്ളത്. ഓക്കെ, ഇവരെ അമ്മു ആണ് ജയിച്ചത്. ആദ്യം ഉമ്മ വിചാരിച്ചു അപ്പു ആണ് ജയിച്ചത്. പോയി അപ്പുറത്തെ വീഡിയോസ് കാണിച്ചപ്പോൾ ആണ് മനസ്സിലായത് അമ്മു ആണ് ജയിച്ചത്. അതിനുശേഷം ബാക്കി കുട്ടീസിൻ്റെ ഗെയിംസാണ്. അതായത് ഒരു 8-5 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളെ. ഓക്കെ, അങ്ങനെ അവരും എല്ലാം കളിച്ചുകൊണ്ടുണ്ട്. എനിക്കറിയില്ല വ്യൂവേഴ്സിന് ഇത് ബോറടിക്കുമോയെന്ന്. ഞങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു. ഓരോരുത്തരെ ഇങ്ങനെ ഗെയിംസ് സെപ്പറേറ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമോ അറിയില്ല. പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്തത് അത് നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അതുമല്ല ഇതൊക്കെ മെമ്മറീസ് അല്ലേ, പിന്നീട് നോക്കാനുള്ള നല്ല മധുരിക്കും മെമ്മറീസാണ് ഇതൊക്കെ. സോ അങ്ങനെ ഞങ്ങൾ ടീനേജേഴ്സിൻ്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത്. ആക്ച്വലി ഞങ്ങൾ ടീനേജേഴ്സ് അല്ല, അഡൾട്ട്സാണ്. പക്ഷേ ടീനേജർ സെക്ഷനിൽ ജെൻസിൻ്റെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടീനേജർ സെക്ഷനിലിട്ടു. അഡൾട്ട്സിൽ കുറച്ച് പ്രായമായവർ കളിച്ചു. എൻ്റെ പിന്നെ ആദ്യം തന്നെ പിന്നെ എള്ളുണ്ട താഴെ വീണു. വേറൊരു വിറ്റ് എന്തെന്നറിയോ, ലെമൺ ആൻഡ് സ്പൂണ് കളിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ലെമൺ ഇല്ലാത്തത് കൊണ്ട് എള്ളുണ്ട വിത്ത് സ്പൂണാണ് കളിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. ഒരു വെറൈറ്റി കളിയായിരുന്നു. പക്ഷേ നല്ല ബാലൻസോ നല്ല വീതിയുള്ള സ്പൂൺ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളിക്കായിരുന്നു. ഇത് കുറച്ച് ചെറിയ സ്പൂണും പിന്നെ അതിൽ എള്ളുണ്ട അത് ആടിക്കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബാലൻസ് കിട്ടിയില്ല. പിന്നെ ബോട്ട് ഈ നിർത്തിയ സമയത്താണ് കേട്ടോ ഇതൊക്കെ കളിച്ചത്. പോകുന്ന സമയത്ത് എന്തായിട്ടും ലെമൺ സ്പൂൺ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ജസ്റ്റ് ഒരു ഷേക്കിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അടുത്തത് ടീനേജേഴ്സിൻ്റെ ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ പിന്നെ കുട്ടികൾക്ക്, അതായത് 12 വയസ്സിനുള്ളിലുള്ള കുട്ടികൾക്ക് ആണ് കളി ഇത്. പക്ഷേ ഇവരും ഇതിൽ മിക്സ്ചർ ഉണ്ട്. ചിലത് ടീനേജേഴ്സും ഉണ്ട്, ചിലത് ചെറുതും ഉണ്ട്. പിന്നെ ടീനേജേഴ്സ് ഗേൾസിൻ്റെ കളിയാണിത്. ഇതിൽ 4-5 പാർട്ടിസിപ്പൻസ് ഉണ്ട്. അവരും കളിച്ചുകൊണ്ടുണ്ട്. ഇനി റിത, നശ്വ, സുഹ, പിന്നെ ആരപ്പ ഉള്ളത് 4 പേരല്ല, 4 പേരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ ജയിച്ചത് ഇഷാൻ തോന്നുന്നു, നേരെ ഓർമ്മയില്ല. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അതിനുശേഷം കിഡ്സ് ഗേൾസിൻ്റെ എള്ളുണ്ട വിത്ത് സ്പൂണാണ്. സോ അതും നടന്നിട്ടുണ്ട്.
ഇതിലും ജയിച്ചത് അമ്മു എന്നെന്ന് തോന്നുന്നു, അതും ഓർമ്മ കിട്ടുന്നില്ല. അതിനുശേഷം മ്യൂസിക്കൽ ചെയർ സ്റ്റാർട്ട് ചെയ്തു. ലേഡീസിൻ്റെ മ്യൂസിക്കൽ ചെയറാണ്. ഇതിൽ ജുനു ബാബിയാണ് ജയിക്കുന്നത്. സോ അങ്ങനെ ഓരോരോ പാട്ടും വെച്ചിട്ട് ഓടിക്കൊണ്ടുണ്ട്. പിന്നെ ഇത് വിചാരിക്കാത്ത ഒരാളാണ് ജയിച്ചത്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് സൽമ ബാബി ജയിക്കുമെന്നായിരിക്കും, അതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജുനു ബാബിയാണ് ജയിച്ചത്. നല്ല രസമുണ്ടായിരുന്നു ഈ കളി. സോ അങ്ങനെ അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഈ പിന്നെ ട്രിപ്പിൻ്റെ വിശേഷം. ഈ കളിയോട് കൂടിയിട്ട് ഞങ്ങൾ പിന്നെ ഫാമിലി പിക്കും ലാസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ച് കാസർഗോട്ടേക്ക് തന്നെ പിന്നെ ബസ്സിൽ മടങ്ങി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ അതും സജസ്റ്റ് ചെയ്യണം. സോ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.